വയനാട് വെള്ളാർമലയിൽ നിന്ന് 4 ലക്ഷം രൂപ കണ്ടെടുത്ത് ഫയർഫോഴ്സ്. സ്കൂൾ റോഡ് പരിസരത്തെ പരിശോധനയിലാണ് രൂപ കണ്ടെടുത്തത്. തുക പോലീസ് കൺട്രോൾ റൂമിൽ കൈമാറും. 500-ന്റെ ഒരു 7 കെട്ടും 100-ന്റെ 5 കെട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ അനുമാനം ആ കെട്ടുകൾ അങ്ങനെ ആയതുകൊണ്ട് അതൊരു 4 ലക്ഷം രൂപയോളം കാണുമെന്ന് അനുമാനിക്കുന്നു. ഇതെല്ലാം പോലീസ് പാർട്ടിയും ആ സ്ഥലത്തുണ്ടായിരുന്നു. നമ്മൾ അവരുമായിട്ട് പോലീസ് കൺട്രോൾ റൂമിലോട്ട് ഇത് കൈമാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിനി സെർച്ച് ചെയ്യുന്നത്, ഇതേപോലെ വാല്യുബിൾസ്. അപ്പം അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ അതിൻ്റെ അവകാശികളെ കണ്ടെത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് പാർട്ടിയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. കമൽ വിവരങ്ങളുമായി ചേരുകയാണ്. കമൽ, കഴിഞ്ഞ ദിവസം തകർന്ന വീടിനുള്ളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയ സന്നദ്ധ സേവന പ്രവർത്തകർക്ക് പോലീസിന് കൈമാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇങ്ങനെ പലരുടെയും ജീവനും ജീവിതത്തിലെ സമ്പാദ്യങ്ങളും ഒക്കെ ഒറ്റയും തെറ്റയുമായി കിട്ടുകയാണ് ദുരന്തഭൂമിയിൽ നിന്ന്. മാധു, ഇന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം വെള്ളാർമല ഹൈസ്കൂളിന് പിൻവശത്ത് നടത്തിയ തെരച്ചിലിനിടയിലാണ് ഈ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. 100-ന്റെ 5 കെട്ടും 500-ന്റെ 7 കെട്ടുകളുമാണ് ഇവർക്ക് ലഭിച്ചത്. ഏകദേശം 4 ലക്ഷം രൂപ വരുമെന്നാണ് പ്രാഥമികമായി കണക്കാക്കിയിരിക്കുന്നത്. എന്തായാലും കിട്ടിയ നോട്ടുകെട്ടുകൾ ഫയർഫോഴ്സ് പോലീസ് കൺട്രോൾ റൂമിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബാങ്കിൻ്റെ ലേബലൊക്കെയുള്ള നോട്ടുകെട്ടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ആവശ്യത്തിന്, ഏതെങ്കിലും കുടുംബത്തിൽ വിവാഹാവശ്യത്തിനോ മറ്റേതെങ്കിലും ആവശ്യത്തിന് ഒരുപക്ഷെ എടുത്തു വെച്ചിരുന്ന പണമാകാമെന്ന് കരുതുന്നു. എന്തായാലും പോലീസ് കൺട്രോൾ റൂമിൽ ഈ പണം ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റ് വിവരങ്ങൾ ഇവിടെ നിന്ന് നൽകാനുള്ളത്, ചൂരൽമലയിൽ രാവിലെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള പതാക ഉയർത്തൽ നടന്നു. വാർഡ് മെമ്പർ സുകുമാരനാണ് അവിടെ ഉണ്ടായിരുന്ന പോലീസിൻ്റെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ പതാക ഉയർത്തിയത്. ചൂരൽമല മുണ്ടക്കൈ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. അതിനിടയിലാണ് ഈ സ്വാതന്ത്ര്യദിനം കടന്നു വന്നത്. പതിവായി അവർ ചെയ്യുന്നത് പോലെ ഇന്നും പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തി സന്തോഷം പങ്കിടുകയായിരുന്നു ചൂരൽമലയിൽ ഉണ്ടായിരുന്ന ആളുകൾ. എം കമൽ വിവരങ്ങൾ നൽകിയത്.